ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്നിപ്പോൾ അശ്വമേധം കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ കണ്ണൂരിൽ നിന്ന്. ഹലോ, നമ്മളിപ്പോ കണ്ണൂരിലാണുള്ളത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. ഇവിടെ ഇപ്പോൾ താപനില 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. രാഷ്ട്രീയ താപനിലയും തെരഞ്ഞെടുപ്പിന്റെ താപനിലയും അളക്കാൻ വേണ്ടുന്ന നല്ല താപനില അളക്കാൻ പറ്റുന്ന തെർമോമീറ്റർ ഒന്നും ഇപ്പോൾ കണ്ണൂരിലില്ല. പക്ഷേ എങ്കിലും എന്താണ് കണ്ണൂരിന്റെ രാഷ്ട്രീയ മനസ്സിൽ നിന്ന് നമുക്ക് നോക്കണം. കണ്ണൂർ എങ്ങനെ മാറും നമുക്ക് നോക്കാം, നമുക്ക് പോകാം. ഇന്നിവിടെ ഈദ്ഗാഹ് നടക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെയും ജാക്കിയുടെയും റിപ്പോർട്ടർ ടിവിയുടെയും ചെറിയ പെരുന്നാൾ ആശംസകൾ തരുന്നു. മനോഹരമായ ഒരു മാപ്പിളപ്പാട്ട് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായെല്ലാം ആഡംബരങ്ങളും ഒന്നായി കൊട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ശ്രീ AP അബ്ദുള്ളക്കുട്ടി നമുക്കൊപ്പമുണ്ട്. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന മിസ്റ്റർ പിണറായി ഒക്കെ ചെയ്യുന്നത് ഏത് വിഷയവും രാഷ്ട്രീയമാക്കി മാറ്റുകയാണ്. വളരെ സങ്കടമാണ്. ഓക്കെ, താങ്ക് യു. ശ്രീ കെ സുധാകരൻ UDF സ്ഥാനാർത്ഥി. ആത്മവിശ്വാസം എവിടെ വരെയുണ്ട്? ഫുൾ 100%. 100%ലേക്ക് എത്തി. ഇന്നെന്താ പരിപാടി പെരുന്നാളിന്? എവിടെയെങ്കിലും ഒക്കെ പോകണം. നമുക്കൊപ്പം കണ്ണൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായിരുന്നു MP ജയരാജൻ ചേരുന്നുണ്ട്. ഒപ്പം നമുക്കൊപ്പം രാമചന്ദ്രൻ കടന്നപ്പള്ളിയുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലക്കുള്ള ആത്മവിശ്വാസം മാത്രമല്ല, 2019 നിന്ന് വ്യത്യസ്തമായി LDF അനുകൂലമായ ജനഹിതമാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെ പോയാലും കാണാൻ കഴിയുന്നു. പാനൂരിലെ സ്ഫോടനം ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്? അത് രണ്ട് ടീമുകൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായി ഉണ്ടായ സംഭവമാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയം ഉണ്ടാക്കാൻ നോക്കുന്നതാണ് ഹീനമായ രാഷ്ട്രീയം. കേരള സ്റ്റോറി കൊണ്ട് കേരളത്തെ വിഷലിപ്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മിനിസ്റ്റർ പതിവ് രീതിയിൽ ആ മറുപടി കൊടുക്കും. കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. വെൽക്കം ശ്രീ രഘുനാഥ്. ഇറങ്ങുന്ന സമയത്തുള്ള ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? അതിൽ കൂടുതലാണ്. മോദിയുടെ ഗ്യാരണ്ടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനും അപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പറയുന്നത് മാറ്റത്തിനൊരു വോട്ട്, കണ്ണൂരിന്റെ വികസനത്തിനൊരു വോട്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ചൂടിനെ എങ്ങനെയാണ് താങ്കൾ അതിജീവിക്കുന്നത്? ഈ 40 ഡിഗ്രി ജനങ്ങളിൽ നിന്നുള്ള ആവേശം അത്രേ ഉള്ളൂ. അത്രയാണ്. ഈ ചൂടൊന്നും നമ്മളെ ബാധിക്കില്ല. തീയിൽ കുരുത്തതാ. വ്യത്യാസം എന്തെങ്കിലും തോന്നുന്നു? ഒന്നും തോന്നിയിട്ടില്ല. ഗ്ലാമർ ഇച്ചിരി കൂടിയിട്ടുണ്ട്. जरा सा झूम लो मैं അരണ റേണ റേണ जरा सा घूम लो मैं അരണ റേണ റേണ आ तुझे झूम लो मैं അരണ റേ ബാബാന मैं चली बन के हवा. ആഹാ, കുതിരത്തുള്ള അമ്മച്ചിക്ക് പിന്നെന്താ? അമ്മയ്ക്ക് കുതിരത്തുള്ള കുതിരപ്പുറത്ത് കയറുന്നോ? അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ജാക്കി വന്ന് തുള്ളത്. പാവട്ടോ. തെരഞ്ഞെടുപ്പില് ചൂട് എങ്ങനെയാ? ഒന്നും അറിയില്ല. ചൂടുണ്ടോ? രണ്ട് നല്ല സ്ട്രോങ് BJP ആണല്ലേ? സുധാകരന്റെ സാധ്യത കുറവാണ്. ഹലോ, കുതിരപ്പുറത്ത് കയറണോ? കുതിരപ്പുറത്ത് കയറണോ? എങ്ങനെ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാധ്യത? സിറ്റിംഗ് MP ആണല്ലോ. അതെ, സുധാകരന് വീണ്ടും ഒരു വട്ടം കൂടി കൊടുത്തേക്കാം. ആര് ജയിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇവര് ജയിക്കണ്ട. മോദി സർക്കാരോ? മോദി സർക്കാരാണ് ഇനി ഭരിക്കേണ്ടത്. രാഹുൽ ഗാന്ധി വേഴ്സസ് അനി രാജ വേഴ്സസ് K സുരേന്ദ്രൻ. എന്താണ് വയനാടിന്റെ രാഷ്ട്രീയ കാഴ്ചയും രാഷ്ട്രീയ മനസ്സിലുള്ളതെന്ന് നാളെ നമുക്ക് പരിശോധിക്കാം. നാളെ രാവിലെ പ്രേക്ഷകരൊപ്പം ഉണ്ടാവുക ചുരം കയറി ഞാനും ജാക്കിയും എത്തുന്നു വയനാട്ടിലേക്ക്. നാളെ മാനന്തവാടിയിൽ നിന്നും കാണാം അശ്വമേധം തത്സമയം.